നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛാ പോവാം. എവിടെ? സ്കൂളിലേക്ക് പോണ്ടേ? എനിക്ക് നല്ല സുഖമില്ല. മോള് മറ്റാരെങ്കിലും കൂട്ടി പോയിക്കോ. അച്ഛനല്ലേ എന്നെ എപ്പോഴും സ്കൂളിൽ കൊണ്ടാക്കുന്നേ. മറ്റാരെങ്കിലും കൂട്ടി പോയി നിന്നോട് പറഞ്ഞില്ലേ? അടി നന്നായിട്ട് കൊണ്ടിട്ടുണ്ട് മോളെ, അതാ ഈ പാട്. ദേഷ്യം വന്നപ്പോ പിടിച്ചു നിർത്താൻ പറ്റില്ല. അവൾ ആവശ്യപ്പെട്ടത് വേറെ ആരെയും അല്ല, അവളുടെ അച്ഛനെയാ. അത് ആവശ്യപ്പെടാനുള്ള അവകാശവും അവൾക്കുണ്ട്. പക്ഷെ അവളുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ എനിക്കാവുന്നില്ലല്ലോ അമ്മ. ഇനി വിട്ടി വേഷം കിട്ടി ഇവളെ ഇങ്ങനെ പറ്റിക്കാനും എനിക്ക് മനസ്സ് വരുന്നില്ല. എടി, ചോദ്യങ്ങൾ അവളിപ്പോ ചോദിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് അവളെ വടിയെടുത്ത് തല്ലിയോ പേടിപ്പിച്ചോ നിർത്താം. അത് കഴിഞ്ഞാലോ? വടിയെടുത്ത് പേടിപ്പിച്ചാ പേടിക്കാത്തൊരു പ്രായമുണ്ട്. നമ്മുടെ എല്ലാം ഉത്തരം മുട്ടിപ്പോകുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന പ്രായം. അപ്പൊ നീ എന്ത് ചെയ്യും? ഇങ്ങനൊക്കെ ചോദിച്ചോ എനിക്കൊന്നും അറിയില്ല അമ്മ. അങ്ങനെ പറഞ്ഞ് എന്റെ മുന്നിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാം. പക്ഷെ ചോദിക്കേണ്ടവർ ചോദിക്കുമ്പോ ഉത്തരം പറയാണ്ടിരിക്കാനാവില്ല. സത്യങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ അറിയേണ്ടവരെല്ലാം അറിയണം. അറിഞ്ഞേ തീരൂ. ഇതിനി എത്ര കാലം ഇങ്ങനെ പോവും എന്റെ ഈശ്വര. ഇവള് എന്തെങ്കിലും കഴിച്ചായിരുന്നോ? കുറെ നിർബന്ധിച്ചപ്പോ കുറച്ചെന്തോ കഴിച്ചു. മനസ്സുണ്ടായിട്ടല്ല, എന്റെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ കഴിച്ചതാ. എന്റെ മോള് വളർന്നു അല്ലേ അമ്മ? മോള് പ്രതികരിച്ചു തുടങ്ങി. ക്ഷമിക്കുമോളെ, അറിയാതെ തല്ലിപ്പോയതിന് ഇനി അമ്മ ഇത് ആവർത്തിക്കില്ല. ഇവിടെയൊന്നും ഇല്ലല്ലോ. ഇനി ആരുടെങ്കിലും കൈ കിട്ടിക്കാണോ? എന്താ ശ്യാമേ, എന്താ നീ തിരയുന്നേ? ഒന്നുമില്ല.
രോഹിത് ഇരിക്കും, ഞാൻ ചായ എടുത്തിട്ട് വരാം. പോവാ അച്ഛാ. അച്ഛാ പോവാം. എവിടെ? സ്കൂളിലേക്ക് പോണ്ടേ? ആ, എനിക്ക് നല്ല സുഖമില്ല. മോള് മറ്റാരെങ്കിലും കൂട്ടി പോയിക്കോ. അച്ഛനല്ലേ എന്നെ എപ്പോഴും സ്കൂളിൽ കൊണ്ടാക്കുന്നേ. മറ്റാരെങ്കിലും കൂട്ടി പോയി നിന്നോട് പറഞ്ഞില്ലേ? ഡേയ് എന്തുവാടാ? എടാ അവള് കുട്ടിയല്ലേ, നീ എന്തിനാ അവളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അവള് സ്കൂളിൽ കൊണ്ടാക്കുമെന്നല്ലേ ചോദിച്ചുള്ളൂ. വിഷ്ണുവിന് അത്ര സങ്കടമാണെങ്കിൽ കൊണ്ടുപോയി ആക്കിക്കോ. രോഹിത്, എടാ നിനക്കിതെന്താ പറ്റിയേ? നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? പപ്പിക്കുട്ടി വേണമെങ്കിൽ നിൽക്കുക. എന്റെ പപ്പിക്കുട്ടിയെ സ്കൂളിൽ നിന്ന് ഈ വിഷ്ണു വെച്ച് കൊണ്ടാക്കും. പോരെ എന്റെ പപ്പിക്കുട്ടി? വേണ്ട, എന്നെ ആരും കൊണ്ടാക്കണ്ട. എല്ലാവർക്കും എന്നോട് ദേഷ്യമല്ലേ, അതല്ലേ എല്ലാരും എന്നോട് ഇങ്ങനെ. ഏ, ദേ, ഇങ്ങ് വന്നേ. അങ്ങനൊന്നും പറയല്ലേ. വിഷ്ണു അച്ഛൻ എപ്പോഴും എന്റെ പൊന്നോട് ദേഷ്യപ്പെട്ടെ? പറ പറ. നീ വിഷ്ണു അച്ഛന്റെ മുത്തല്ലേ? വേണ്ട, ഏ, എന്നെ ആരും സ്നേഹിക്കണ്ട, കൊഞ്ചിക്കാനും വരണ്ട. ഏയ്, നിക്ക്. വേണമെങ്കിൽ പോവല്ലേ. പിന്നെ വിഷ്ണു അച്ഛൻ ആരെ ഈ സ്നേഹിക്കുകയും കൊഞ്ചിക്കുകയൊക്കെ ചെയ്യാ? വിഷ്ണുച്ചൻ എന്നെ ഇഷ്ടമല്ലല്ലോ. ഏ, ഇഷ്ടം ഉണ്ടായിരുന്നേ എന്റെ തലയെ തൊട്ട് സത്യം ചെയ്തിട്ടും വിഷ്ണുച്ചൻ വീണ്ടും കുടിച്ചില്ലേ? സത്യം ചെയ്യ്. അല്ല, മോളെ ചെയ്യ. ഇല്ല മോളെ, വിഷ്ണു അച്ഛൻ എന്നെ കുടിക്കില്ല, ജീവിതത്തിൽ ഒരിക്കലും. അന്ന് എന്നോട് വാക്ക് പറഞ്ഞല്ലേ കുടിക്കില്ലെന്ന്. അത് മോളെ, പിന്നെ മോളെ ഇനിതേ വാക്ക് പറഞ്ഞ വാക്ക് എന്റെ സത്യം. വേണ്ട, ഒരു വാക്കും വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.